മലയാളത്തിൽ നിരവധി മികച്ച സിനിമകൾ സമ്മാനിച്ച സംവിധായകനാണ് കമൽ. മോഹൻലാൽ പ്രധാന വേഷത്തിൽ എത്തിയ മിഴിനീർ പൂവുകൾ എന്ന ചിത്രമാണ് കമൽ ആദ്യമായി സംവിധാനം ചെയ്തത്. മോഹൻലാൽ ഒരു സൂപ്പർ സ്റ്റാറായി വളർന്നു വരുന്ന സമയത്ത് അഭിനയിച്ച ഒരു നെഗറ്റീവ് കഥാപാത്രമായിരുന്നു ചിത്രത്തിലേത്. എന്നാൽ മോഹൻലാലിനെ സംബന്ധിച്ച് ആ കഥാപാത്രം ഒരു പ്രശ്നമേ അല്ലായിരുന്നുവെന്നും അതുതന്നെയാണ് ആ സിനിമയുടെ പ്രത്യേകതയെന്നും കമൽ പറയുന്നു. മോഹൻലാൽ പല ജോണറിലുള്ള സിനിമകൾ ചെയ്തിരുന്ന സമയമായിരുന്നെന്നും കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിൽ കമൽ പറഞ്ഞു. മിഴിനീർ പൂവുകളാണ് എൻ്റെ ആദ്യത്തെ സിനിമ. 1986 ആ സിനിമ സംഭവിക്കുന്നത്. ശ്രീ സായി പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ആ സിനിമയിൽ മോഹൻലാൽ, ഉർവശി, ലിസി, നെടുമുടി വേണു, തിലകൻ, ഇന്നസെന്റ് തുടങ്ങിയ വലിയൊരു താരനിര തന്നെ ഉണ്ടായിരുന്നു. സത്യത്തിൽ മോഹൻലാൽ സൂപ്പർ നായകനായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വന്ന ഒരു സിനിമയാണ് മിഴിനീർ പൂക്കൾ. അതിൻ്റെ ഒരു തുടക്ക കാലഘട്ടമാണ്. രാജാവിൻ്റെ മകൻ പോലുള്ള സിനിമകളും അതേ വർഷം തന്നെയാണ് വരുന്നത്. ലാലിൻ്റെ പല ജോണറിൽപ്പെട്ട ഒരുപാട് സിനിമകൾ വരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത്. അതിനു മുൻപ് ശോഭരാജ് പോലുള്ള ആക്ഷൻ ബേസ്ഡ് സിനിമയും ഗാന്ധിനഗർ, സെക്കൻഡ് സ്ട്രീറ്റ്, TP ബാലഗോപാലൻ MA അങ്ങനെയുള്ള ലൈറ്റായിട്ടുള്ള സിനിമകളും എന്നാൽ വ്യത്യസ്ത വേഷങ്ങളും ലാൽ ചെയ്തിരുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള കഥാപാത്രങ്ങൾ ലാൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് മിഴിനീർ പൂക്കളിൽ 100% നെഗറ്റീവായിട്ടുള്ള കഥാപാത്രം ലാൽ അവതരിപ്പിച്ചത്. അതായിരുന്നു ആ സിനിമയുടെ ഒരു പ്രത്യേകതയും. പൊതുവെ നായകന്മാരൊക്കെ, പ്രത്യേകിച്ച് ഒരു സൂപ്പർ താരമായി കൊണ്ടിരിക്കുന്ന ഹീറോ, ഒരു നെഗറ്റീവ് വേഷം ചെയ്യുന്നത് കുറവായിരുന്നു. മോഹൻലാലിനെ സംബന്ധിച്ച് അത് പ്രശ്നമായിരുന്നില്ല. അതായിരുന്നു ആ സിനിമയുടെ പ്രത്യേകതയും കമൽ പറയുന്നു.